ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിഫ്റ്റി ഇന്ന് ഒരു പോസിറ്റീവായിട്ട് പോയിന്റ്സ് വൈസ് നോക്കിയാൽ 74 പോയിന്റ്സ് പോസിറ്റീവാണ്. ബട്ട് സ്റ്റിൽ എന്നാലും അത്ര ഒരു വലിയ മൂവ്മെന്റ് ഇല്ല കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ഗ്യാപ് ഡൗൺ, മോർണിംഗ് ഓപ്പൺ ആയി, പിന്നെ സൈഡ് വേസിൽ പോയിട്ട് ഒരു 2 മണിക്ക് ശേഷം ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ബട്ട് ബാങ്ക് നിഫ്റ്റി നല്ല മൂവ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡബിൾ ബോട്ടം ഫോം ചെയ്തിട്ടുണ്ട്. സോ നാളെ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയി അപ് ട്രെൻഡ് വന്നാൽ 50,000 ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിഫ്റ്റിയേക്കാളും പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി 22,200 ഫസ്റ്റ് ടൈം, സെൻസസ് 349, റിയാലിറ്റി ബാങ്ക്സ് ഒക്കെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ബിഗ്ഗസ്റ്റ് ലൂസർ ഹീറോ മോട്ടോകോർപ്പ്, ബെസ്റ്റ് സെക്ടർ നിഫ്റ്റി ബാങ്ക്, ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറുമാകുന്നു. ഓക്കെ, സോ ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അൽകാർഗോ ലോജിസ്റ്റിക്സ് 73% ഉയർന്നിട്ടുണ്ട്. അതുപോലെ സീൽ എൻ്റർടൈൻമെൻറ്റ്, പല വീഡിയോസിലും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ സ്റ്റോക്ക് ഇന്ന് 7.93% ഉയർന്നിട്ടുണ്ട്. നീത് പാരി നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. സോളാർ ആക്റ്റീവ് 6.19%. Then Intercount Remedies Intercount Remedies 6.17% കയറിയിട്ടുണ്ട്. അതുപോലെ ധൻ ബാങ്ക്, TV18 ബ്രോഡ്കാസ്റ്റ്, ഓക്കെ, ഇതെല്ലാം ഇന്നലെ കൂടി നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ്. TV18 ബ്രോഡ്കാസ്റ്റ് ഇനി 80 ടാർഗറ്റിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ ധൻ ബാങ്ക്, ഇതെല്ലാം ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ്, ഈ ഒരു സ്റ്റോക്കാണ്. 3,530 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 4,000 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ 2 weeks to 1 month ടൈം ഫ്രെയിം ഉണ്ട്, അതിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ സ്പാർക്ക് സെക്കൻഡ് സ്റ്റോക്ക്, സോ 368 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുക. വെയിറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും 400 ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നതായിരിക്കും. ദെൻ IRFC, പല വീഡിയോസിലും പറഞ്ഞൊരു സ്റ്റോക്കാണ്. സോ IRFC 158 റുപ്പീസിൽ നിൽക്കുന്നുണ്ട്. 160 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ 240 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് ഇൻക്രീസ് ആവാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ സുവീൻ ഫാർമ 672 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 760 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്റ്റോക്കിലാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുക. ടെക്നിക്കലായിട്ടും വാല്യുവേഷൻ വൈസ് എങ്ങനെയാണ് സ്റ്റോക്ക് ഉള്ളത്, ഫണ്ടമെൻ്റലി സ്റ്റോക്ക് സ്ട്രോങ് ആണോ, പിന്നെ ആ ഒരു സെക്ടർ അന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് മാത്രമേ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്വിംഗ് ട്രേഡിങ്ങിന് 2 weeks to 1 month ടൈം ഫ്രെയിം ഉള്ളതുകൊണ്ട് ടാർഗറ്റ് ആ ഒരു ടൈം ഫ്രെയിമിൽ മാത്രമേ റീച്ച് ആവത്തുള്ളൂ. ഉടനെ റീച്ച് ആവും ചോദിച്ചാൽ ഇല്ല, ചിലപ്പോൾ ലേറ്റ് ആകും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാങ്കിങ് സ്റ്റോക്കിൽ തന്നെയാണ്. കാരണം ബാങ്കിങ് സ്റ്റോക്കിൽ മെയിനായിട്ട് HDFC ബാങ്ക്, അതുപോലെ കൊടാക് ബാങ്ക് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിലെല്ലാം ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്കിലാണ്. ഈ രണ്ട് സ്റ്റോക്കിലൊക്കെ നല്ല പെർഫോം ചെയ്ത് നാളെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം.
സോ ഫസ്റ്റ് HDFC ബാങ്ക് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് 1454 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ഡബിൾ ബോട്ടൺ ഒരു ഇതിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 1480 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1680 വരെ പോകാൻ സാധ്യതയുള്ള. ഞാൻ അതുപോലെ കൊടാക് ബാങ്ക് സെക്കൻഡ് സ്റ്റോക്ക്, കൊടാക് മഹീന്ദ്ര ബാങ്കും അതുപോലെ തന്നെ 1762. HDFC ബാങ്കിൽ 12% റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൊടാക് ബാങ്കും 1762 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1780 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2000 വരെ പോകാൻ സാധ്യതയുണ്ട്. അഗെയിൻ 12% തന്നെയാണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിലും പ്രതീക്ഷിക്കുന്നത്. then SBI കാർഡ്സ് 740 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാം ഈ ഒരു സ്റ്റോക്കിൽ. 750 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ 842 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 13% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ICICI Prudential 522 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 525 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 550, 600 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 5 to 16% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് ICICI Prudentials. then സഫയർ ഫുഡ്സ് ഇന്ത്യ. ഓക്കെ, ഈ ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിൽ 4th പ്ലേസിൽ നല്ല ടെക്നിക്കൽ മൂവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. 1408 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1425 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1430 വരെ പോകാൻ സാധ്യതയുണ്ട്. 13 to 14% വരെ പോകും. 1600 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1025 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1425 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1430, 1600 വരെ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് IT സ്റ്റോക്കുകൾ ഡൗൺ ആണ്. സ്റ്റിൽ വിപ്രോയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. 532 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 575 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 590 വരെ പോകാൻ സാധ്യതയുണ്ട്. 513 നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതുപോലെ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഈ സ്റ്റോക്ക് ഇന്ന് ഡൗൺ ആണ്. ബട്ട് നമുക്ക് 2 weeks to 1 month ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. 1580 to 1620 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 1140 വയ്ക്കുക. ആൽക്കഹോൾ ബിവറേജസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൽ നമ്മളൊരു 7 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ സ്വിംഗ് ട്രേഡിങ്ങിന് നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ലൈവായിട്ട് ടിപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ ഓപ്ഷൻസ് ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ വരും, ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും. പ്ലേലിസ്റ്റ് കൂടി ചെക്ക് ചെയ്യുക. ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള വീഡിയോസ്, ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.